വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാട്ടികളായി വളർന്നു വരുമ്പോ മനസ്സിലായോ? ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പാടുന്ന? ഈ മാഷ് പറയുന്നത് കേട്ടെ. ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ചെ, കാട്ടു തോന്നിയാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. കുട്ടികളെ കുറ്റം പറയണ്ട. ഇതൊക്കെ അച്ഛൻ പറയേണ്ടതല്ലേ? കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട സ്ഥിതി എത്തിയില്ലേ? അതും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അച്ഛന്മാരെ പറഞ്ഞ് ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കണം. വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാട്ടികളായി ഇനി കൊച്ചി ബിഷപ്പായിരുന്ന കരിയിൽ പിതാവ് പറഞ്ഞത് ഒന്ന് കേൾക്കുക. ഇല്ലുമിനാറ്റി പാട്ട് ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് ബിഷപ്പ് ജോസഫ് കരിയിൽ. ഇല്ലുമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇവിടെ മതത്തിനും മറ്റെല്ലാത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. എല്ലാ പരമ്പരാഗത മൂല്യങ്ങളെയും ചവിട്ടിമരിക്കുന്ന ഒരു സംഘടനയാണ്. ലോകമാസകലും വിവിധ മത ആചാര്യന്മാരും വിവിധ രാഷ്ട്രീയക്കാരും ഒക്കെ വളരെ പൈശാചിക പ്രവർത്തനമായിട്ട് കാണുന്ന സാഹചര്യത്തിലാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്ന പാട്ട്, ഈ ഡാൻസ് എന്ന് പറഞ്ഞ് അനേകർ, ഈ സുരേഷ് ബാബു മാഷും അതുപോലെ നിരവധി പേരും പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന നാളുകളിലാണ് ഒരു അച്ഛനും കന്യാസ്ത്രീയും മറ്റനേകരും ചേർന്ന് നടത്തുന്നത്. നിങ്ങൾക്കെതിരായ അഭിപ്രായം ഉണ്ടായിരിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീണ്ടും കാണാം.